പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവിന്റെ മകനായിരുന്നു ദക്ഷ പ്രജാപതി. എല്ലാ അധികാരങ്ങളും അഹങ്കാരവും തലക്ക് പിടിച്ച ഒരു ഭരണാധികാരി. അദ്ദേഹത്തിന്റെ മകളായിരുന്നു സതീദേവി. ചെറുപ്പം മുതലേ സതീദേവിയുടെ മനസ്സിൽ ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, കൈലാസനാഥനായ പരമശിവന്റെ പത്നിയാവുക. എന്നാൽ കാട്ടിലും ശ്മശാനത്തിലും ഭസ്മം പൂശി നടക്കുന്ന കഴുത്തിൽ പാമ്പനെ അണിഞ്ഞ ജടാധാരിയായ ശിവനെ ദക്ഷൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. തന്റെ രാജകീയ പ്രൗഢിക്ക് ചേർന്ന ആളല്ല ശിവൻ എന്നതായിരുന്നു ദക്ഷന്റെ ചിന്ത. സതീദേവി വളർന്നപ്പോൾ ദക്ഷൻ മകൾക്കായി ഒരു സ്വയംവരം നടത്തി. പ്രപഞ്ചത്തിലെ എല്ലാ രാജാക്കന്മാരെയും ദേവന്മാരെയും അതിലേക്ക് ക്ഷണിച്ചു. പക്ഷെ ശിവനെ മാത്രം വിളിച്ചില്ല. സ്വയംവര പന്തലിലെത്തിയ സതീദേവി കയ്യിൽ മാലയുമായി നിന്നു. താൻ ആഗ്രഹിച്ച ശിവൻ അവിടെ ഇല്ല എന്ന് കണ്ട സതീദേവി കണ്ണുകൾ അടച്ച് മനസ്സുരുക്കി ശിവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പൂമാല വായുവിലേക്ക് എറിഞ്ഞു. എന്താണ് സംഭവിച്ചതെന്നോ? പ്രാർത്ഥന കേട്ടുണർന്ന സാക്ഷാൽ പരമശിവൻ ആ പന്തലിൽ പ്രത്യക്ഷപ്പെടുകയും സതീദേവി എറിഞ്ഞ മാല ശിവന്റെ കഴുത്തിൽ വീഴുകയും ചെയ്തു. ദക്ഷന്റെ കടുത്ത എതിർപ്പുകളെ അവഗണിച്ച് ശിവൻ സതീദേവിയുടെ കൈപിടിച്ച് കൈലാസത്തിലേക്ക് കൊണ്ടുപോയി. തന്റെ വാക്ക് കേൾക്കാതെ അഗതിയായ ഒരുവന്റെ കൂടെ മകൾ പോയത് ദക്ഷന്റെ അഹങ്കാരത്തിനേറ്റ വലിയൊരു പ്രഹരമായിരുന്നു. അന്നുമുതൽ ശിവനോടുള്ള കടുത്ത പക ദക്ഷൻ മനസ്സിൽ കൊണ്ടു നടന്നു.